Hello, good morning. Welcome to derivatives class. ഓക്കെ, നിങ്ങൾ സെമിനാർ കണ്ടിന്യൂ ചെയ്യണം. സെമിനാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നാ സെമിനാർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോസ് അയച്ചു തരിക. എക്സ്ക്യൂസുകളൊന്നും വേണ്ട, ഓർഡർ പ്രകാരമൊന്നും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസം വീഡിയോ അയയ്ക്കുക, അത് ഞാൻ ഇതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഇനി എടുക്കുന്നത് ഫോർത്ത് ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് പ്രൈസിങ് ഓഫ് ഓപ്ഷൻസ് അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ഓപ്ഷൻസ്. ഓപ്ഷൻ എന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ കുറേ തന്നെ കണ്ടതാണ്. അതിനെ എങ്ങനെ പ്രൈസിങ് നടത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അൺഈവൻ കോൺട്രാക്റ്റ് ആണ്. ഇറ്റ് ഗിവ്സ് ദ റൈറ്റ് ടു ഓൺലി വൺ ഓഫ് ദ പാർട്ടീസ്. ഏതെങ്കിലും ഒരു പാർട്ടിക്കാണ് ഇതിൽ നമ്മൾ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ റൈറ്റ് ടു ബയർ അല്ലെങ്കിൽ റൈറ്റ് ടു ഹോൾഡർ. ഇറ്റ് ബ്ലൈൻഡ്സ് ദ അതർ പാർട്ടി. ഒരാൾക്ക് നമ്മൾ റൈറ്റ്സ് കൊടുക്കും, മറ്റേ ആൾക്ക് നമ്മൾ ബ്ലൈൻഡാക്കി വെക്കും. ദാറ്റ് ഈസ് ദ റൈറ്റർ ഓർ സെല്ലർ ടു എ കോൺട്രാക്ട്. ഒന്നല്ലെങ്കിൽ വാങ്ങുന്ന ആൾ അല്ലെങ്കിൽ വിൽക്കുന്ന ആളാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ദ റൈറ്റർ ഓർ സെല്ലർ ഹാസ് ഒബ്ലിഗേഷൻ ടു പെർഫോം ദ കോൺട്രാക്ട്. ആ ഒരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് നടത്താനുള്ള ഒബ്ലിഗേഷൻ ഒന്നല്ലെങ്കിൽ റൈറ്റർക്ക് ഉണ്ട് അല്ലെങ്കിൽ സെല്ലർക്ക് ഉണ്ട്. ഹി ഹാസ് ടു ആക്സെപ്റ്റ് ദ ഡിസിഷൻ ഓഫ് ദ ബയർ. ബയറുടെ ഡിസിഷൻസ് അയാൾ ആക്സെപ്റ്റ് ചെയ്യുകയും വേണം. Okay, thus the buyer or holder enjoys an advantageous position. So he has to pay a price for enjoying the right to buy or sell. The amount that is paid by the buyer of the option to the seller is called premium. ഓക്കെ, അതിലൊരു ഞാൻ പറഞ്ഞു, ഒരു ബയർക്ക് റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ദ എമൗണ്ട് ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ബയർ ഓഫ് ദ ഓപ്ഷൻ ടു ദ സെല്ലർ. സെല്ലർക്ക് ബയർ ഈ ഓപ്ഷന് വേണ്ടി കൊടുക്കുന്ന ആ എമൗണ്ടിന് പറയുന്ന പേരാണ് പ്രീമിയം. ഓക്കെ, എന്താണ് ഓപ്ഷൻ പ്രൈസ്? The amount which is paid by the option buyer to the option seller is the price of an option contract. എന്താണ് ഓപ്ഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ? The amount which is paid by the option buyer. ഓപ്ഷൻ ബയർ പേ ചെയ്യുന്ന എമൗണ്ട് ടു ദ ഓപ്ഷൻ സെല്ലർ, സെല്ലർക്ക് ഈസ് ദ പ്രൈസ് ഓഫ് എൻ ഓപ്ഷൻ കോൺട്രാക്ട്. ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് ക്യാഷ് ബയർ സെല്ലർക്ക് പ്രൊവൈഡ് ചെയ്താണ് ഓപ്ഷൻ പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ഫാക്ട് ദ ഓപ്ഷൻ പ്രൈസ് ഓർ ഓപ്ഷൻ വാല്യൂ ഈസ് ദ പ്രീമിയം പെയ്ഡ് ബൈ ദ ഓപ്ഷൻ ബയർ ടു ദ ഓപ്ഷൻ സെല്ലർ. പ്രീമിയം പെയ്ഡ് ബൈ ദ ഓപ്ഷൻ ബയർ ഓപ്ഷൻ സെല്ലർ കൊടുക്കുകയാണ്. ദ പ്രൈസ് ഓഫ് എൻ ഓപ്ഷൻ കോൺട്രാക്ട് ഈസ് കമ്പ്യൂട്ടഡ് ബൈ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റിൻ്റെ ഡിമാൻഡ് സപ്ലൈ നോക്കിയിട്ടാണ് ഈ ഒരു പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. അതാണ് ഓപ്ഷൻ പ്രൈസ് എന്നുകൊണ്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് ടൈം വാല്യൂ. രണ്ട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഒന്ന് ഇൻട്രിൻസിക് വാല്യൂ. എന്താണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്? അതിന് മുന്നേ നമുക്ക് നോക്കാം. ദർ ഈസ് ആൾവേസ് എ ചോയ്സ് അവൈലബിൾ ടു ദ ഹോൾഡർ വെദർ ടു എക്സസൈസ് ഇമ്മീഡിയറ്റ്ലി ഓർ ഡിഫർ ഇറ്റ് ഫോർ ലേറ്റർ പോയിന്റ് ഓഫ് ടൈം. അല്ലേ, ഒരു ഹോൾഡർക്ക് അല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഹോൾഡർക്ക് ഒരു രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സെറ്റിൽമെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതൊരു ലേറ്റർ പോയിന്റ് ഓഫ് ടൈം. ദർഫോർ ദ പ്രൈസ് ഓഫ് എൻ ഓപ്ഷൻ ഓർ എൻ ഓപ്ഷൻ പ്രീമിയം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു കമ്പോണൻസ്, ദാറ്റ് ഈസ് ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് ടൈം വാല്യൂ. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അതായത് ഓപ്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻട്രിൻസിക് വാല്യൂവിനെയും ടൈം വാല്യൂവിനെയും ആശ്രയിച്ചിട്ടാണ്. സോ ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ. ഓക്കെ, ഇനി എന്താണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്? The intrinsic value is the amount that the option buyer would receive if the option is exercised. ശ്രദ്ധിക്കുക, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ദ എമൗണ്ട് ദാറ്റ് ദ ഓപ്ഷൻ ബയർ, അതായത് ഓപ്ഷനിലെ ബയർ വുഡ് റിസീവ്, ഓപ്ഷൻ ബയർക്ക് കിട്ടുകയാണ് എങ്ങനെ? ഇഫ് ദ ഓപ്ഷൻ ഈസ് എക്സസൈസ്. ഓപ്ഷൻ എക്സസൈസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓപ്ഷൻ നടക്കുമ്പോൾ ബയർക്ക് കിട്ടുന്ന എമൗണ്ട്, അതാണ് ഇൻട്രിൻസിക് വാല്യൂ. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഓപ്ഷൻ ഇഫ് ഇറ്റ് ഈസ് എക്സസൈസ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് നമ്മൾ ഓപ്ഷൻ നടത്തുമ്പോഴാണ് ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പോട്ട് പ്രൈസ് ആൻഡ് സ്ട്രൈക്ക് പ്രൈസ്. സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. In case of call option, intrinsic value is spot price less the strike price of the underlying asset. Underlying assetൻ്റെ സ്പോട്ട് പ്രൈസിൽ നിന്ന് സ്ട്രൈക്ക് പ്രൈസ് കുറച്ചതാണ് കോൾ ഓപ്ഷനിൽ എന്ത് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് പുട്ട് ഓപ്ഷൻ ആണെങ്കിലോ ഇറ്റ് ഈസ് ദ സ്ട്രൈക്ക് പ്രൈസ് ലെസ് ദ സ്പോട്ട് പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് കറൻസി. അതായത് സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് സ്പോട്ട് പ്രൈസ് കുറയ്ക്കുന്നതാണ് പുട്ട് ഓപ്ഷനിലെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്.
In short, the intrinsic value of a call is the amount by which an option is in the money. Intrinsic value is also known as minimum value of an option. Intrinsic value നമുക്ക് എന്ത് പറയാം, ഒരു ഓപ്ഷൻ്റെ മിനിമം വാല്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻട്രിൻസിക് വാല്യൂവിനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ. If an intrinsic value for an option exists, then option is said to be in the money. In case of call option, if the strike price is below the cash price, it will have an intrinsic value and is therefore in the money. Okay, അതായത് an option that would lead to positive cash flow to the holder if it were excess immediately is called in the money option. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് സെറ്റിൽമെൻറ്റ് നടത്താമെന്ന്. അപ്പോൾ അതേ പറയുന്നതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആ എക്സസൈസ് അല്ലെങ്കിൽ ഓപ്ഷൻ നടത്തുന്നതിന് പറയുന്നതാണ് ഇൻ ദ മണി ഓപ്ഷൻ എന്ന്. ഇഫ് ദ സ്ട്രൈക്ക് പ്രൈസ് ഈസ് എബോവ് ദ ക്യാഷ് പ്രൈസ്, ദ കോൾ ഓപ്ഷൻ വിൽ ഹാവ് സീറോ ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് സെറ്റ് ടു ബി ഔട്ട് ഓഫ് ദ മണി. ഇൻട്രിൻസിക് വാല്യൂ സീറോ ആകുമ്പോൾ നമ്മൾ അതിനെ പറയും ഔട്ട് ഓഫ് ദ മണി എന്ന് പറയും. അതുപോലെ തന്നെ an ഓപ്ഷൻ ദാറ്റ് വുഡ് ലീഡ് ടു എ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണെങ്കിൽ നമ്മൾ ഇതിന് എന്ത് പറയും, is called immediately out of the money option. If the strike price is equal to spot price, the call option will have zero intrinsic value and set to be at the money. Equal to ആകുമ്പോൾ സീറോ ആണ്, അപ്പോൾ നമുക്ക് at the money എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 കേസുകളാണ് ഇതിൽ വരുന്നത്. Only in the money option have intrinsic value and all the out of the money option have zero intrinsic value. It may be noted that the intrinsic value of an option can never be negative. ഒരിക്കലും അത് നെഗറ്റീവ് ആവില്ല, ഔട്ട് ഓഫ് ദ മണി ആവില്ല. ഓൺലി ഇൻ ദ മണി ഓപ്ഷനിലാണ് ഇൻട്രിൻസിക് വാല്യൂ ക്രിയേറ്റഡ് ആവുന്നത്. ഓക്കെ. അപ്പോൾ ഫോർ കോൾ ഓപ്ഷൻ ആകുമ്പോൾ മാക്സിമം എസ് മൈനസ് ഇ കോമ സീറോ. ഫോർ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ മാക്സിമം ഇ മൈനസ് എസ് കോമ സീറോ. മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഇഫ് ദ സ്പോട്ട് പ്രൈസ് ഓഫ് എൻ അസറ്റ് ഈസ് 50, ഒരു അസറ്റിൻ്റെ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 50. എനി കോൾ ഓപ്ഷൻ വിത്ത് സ്ട്രൈക്ക് പ്രൈസസ് ലെസ് ദാൻ 50 വിൽ ബി ഇൻ ദ മണി. ഏതെങ്കിലും ഒരു കോൾ ഓപ്ഷൻ ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ അത് ഇൻ ദ മണി. എനി പുട്ട് ഓപ്ഷൻ വിത്ത് സ്ട്രൈക്ക് പ്രൈസ് ലെസ് ദാൻ 50 ആണെങ്കിൽ അത് ഔട്ട് ഓഫ് ദ മണി. വിൽ നോട്ട് ഹാവ് എനി ഇൻട്രിൻസിക് വാല്യൂ. ശ്രദ്ധിക്കുക, ഒരു ഇൻട്രിൻസിക് വാല്യൂ അപ്പോൾ കിട്ടില്ല. ഇനി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എനി കോൾ ഓപ്ഷൻ വിത്ത് സ്ട്രൈക്ക് പ്രൈസ് ദാറ്റ് ഈസ് മോർ ദാൻ 50 ആണെങ്കിൽ വിൽ നോട്ട് ഹാവ് എനി ഇൻട്രിൻസിക് വാല്യൂ. ബട്ട് എ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഹയർ ദാൻ 50 ആണെങ്കിൽ വിൽ ബി ഇൻ ദ മണി ആൻഡ് വിൽ ഹാവ് ഇൻട്രിൻസിക് വാല്യൂ. സോ ദ ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഓൾസോ നോൺ ആസ് പാരിറ്റി വാല്യൂ, ഫണ്ടമെൻ്റൽ വാല്യൂ ഓർ അണ്ടർലൈൻ വാല്യൂ. എന്തൊക്കെയാണ് പാരിറ്റി വാല്യൂ, ഫണ്ടമെൻ്റൽ വാല്യൂ ഓർ അണ്ടർലൈൻ വാല്യൂ. ഓക്കെ, കേസുകൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ടൈം വാല്യൂ. എന്താണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്? An option buyers believe that the price may be unattractive today, but price fluctuations in the future may take the option profitable. Option profitable ആണെങ്കിൽ പ്രൈസിൽ എന്ത് വേണം, പ്രൈസ് ഫ്ലക്ച്വേഷൻ നടത്തിയിരിക്കണം. The longer the time to expiry, the greater is the probability that the expiry the asset price will be significantly different from the strike price. അല്ലേ, എത്രത്തോളം കാലാവധി നീളുന്നു അത്രത്തോളം ഇതിൻ്റെ സ്ട്രൈക്ക് പ്രൈസിൻ്റെ ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹയർ വിൽ ബി ദ ഓപ്ഷൻ പ്രൈസ്, ദസ് ദ ഓപ്ഷൻ ഹാസ് ടൈം വാല്യൂ. അതായത് ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻ്റെ കാലാവധി നീട്ടി കിട്ടുകയാണെങ്കിൽ അതിന് ടൈം ലാഗ് വരുമ്പോൾ അത് എന്തായി മാറാൻ ചാൻസ് ഉണ്ട്, ഹയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ടൈം വാല്യൂ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓപ്ഷൻ പ്രീമിയം ആൻഡ് ദ ഇൻട്രിൻസിക് വാല്യൂ. അപ്പോൾ നിലവിലുള്ള ഇൻട്രിൻസിക് വാല്യൂയും ടൈം ഓപ്ഷൻ വാല്യൂയും തമ്മിലുള്ള ഇൻട്രിൻസിക് വാല്യൂയും ഓപ്ഷൻ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം വാല്യൂ എന്ന് പറയുന്നത്. ടൈം വാല്യൂ ഈസ് ആൾസോ കോൾഡ് എക്സ്ട്രിൻസിക് വാല്യൂ, പ്രീമിയം ഓവർ പാരിറ്റി ഓർ സ്പെക്കുലേറ്റീവ് വാല്യൂ, വോളാറ്റൈൽ വാല്യൂ എക്സെട്ര. ടൈം വാല്യൂ എന്ന് പറഞ്ഞത് ഒപ്റ്റിമം പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ. ഓക്കെ. ദസ് എ കോൾ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് മണി ഓർ അറ്റ് ദ മണി ഹാസ് ഓൺലി ടൈം വാല്യൂ. അല്ലേ, അതായത് ഇൻ ദ മണിയിൽ നമുക്ക് ടൈം വാല്യൂ ഇല്ല, അതായത് ഔട്ട് ഓഫ് ദ മണിയിലും അറ്റ് ദ മണിയിലും മാത്രമാണ് നമുക്ക് എന്തുള്ളൂ, ടൈം വാല്യൂ ഉള്ളൂ. കാരണം അവിടെ എന്താ, ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. ദ മാക്സിമം ടൈം വാല്യൂ എക്സിസ്റ്റ് വെൻ ദ കാൾ ഈസ് അറ്റ് ദ മണി. മാക്സിമം അറ്റ് ദ മണിയിലാണ് നമുക്ക് ക്രിയേറ്റ് ആവുന്നത്. ഇനി the time value depends on time to expiration of the option and volatility in the price of the underlying asset. അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസിനനുസരിച്ചിട്ടും വോളാറ്റിലിറ്റി അനുസരിച്ചിട്ടുമാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പോകുന്നത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ ഓർ അറ്റ് ദ മണി ഓപ്ഷൻ, the ended premium paid by the option buyer to the option seller is the time value of the option.
നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഔട്ട് ഓഫ് ദ മണി കേസിലും അറ്റ് ദ മണി ഓപ്ഷനിലും നമ്മുടെ വാല്യൂ ഓഫ് ദ മണി ഇൻക്രീസ് ആയിരിക്കും. കാരണം എന്താ, ദർ ഇസ് നോ ഇൻട്രിൻസിക് വാല്യൂ. അതുപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് ഓപ്ഷൻ കനോട്ട് ബി നെഗറ്റീവ്. ഒരിക്കലും അത് നെഗറ്റീവ് ആവില്ല. ദ മോർ ടൈം ദാറ്റ് റിമെയിൻസ് ഫോർ ദ എക്സ്പിറേഷൻ, ദ ഹയർ ദ ടൈം വാല്യൂ ടെൻഡ്സ് ടു ബി. If an option with 9 months remaining until expiration will have a higher time value other than option with the same strike price with less expiration like 6 months. അപ്പോൾ ഒരു ഓപ്ഷൻ പ്രൈസ് 3 മാസത്തിന് എടുക്കുന്നതിനേക്കാൾ ഒന്നും കൂടി ലാഭം 9 മന്ത്സിന് എടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി എക്സ്പിറേഷൻ കിട്ടുമ്പോൾ ടൈം വാല്യൂ കൂടുന്നുണ്ട്. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ വരുന്നില്ല. അറ്റ് എക്സ്പിറേഷൻ ദ ഓപ്ഷൻ ഈസ് വർത്ത് ഓൺലി ഇറ്റ്സ് ഇൻട്രിൻസിക് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂ ഇല്ലാത്ത കേസുകളിലാണ് ടൈം വാല്യൂ കൂടുതലായിട്ട് ക്രിയേറ്റഡ് ആവുന്നത്. ഓക്കെ, ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. കൺസിഡർ എ കോൾ ഓപ്ഷൻ ഓൺ ഗോൾഡ്. ദ സ്ട്രൈക്ക് പ്രൈസ് ഇസ് 20,000 പെർ 8 gram ഗോൾഡ് ആൻഡ് വിൽ എക്സ്പയർ ഇൻ 3 months. ഒരു ഓപ്ഷനാണ് 20,000 പെർ 8 gram ഗോൾഡിന്, 8 gram ഗോൾഡിന് 20,000 പെർ വെച്ചിട്ട് 3 മന്തിൽ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് ദ കറൻറ്റ് പ്രൈസ് ഓഫ് ഗോൾഡ് ഈസ് 19,500. ഇപ്പോഴത്തെ വില എത്രയാണ്? 19,500 3 മാസം കഴിഞ്ഞാൽ 20,000 ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഓപ്ഷൻ. Would the investor be willing to give this option away for free? Certainly not. The option has no intrinsic value, but 3 months remain until it expires and the price of gold may rise during that time. This means that the option has time value. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇത് ഇൻട്രിൻസിക് വാല്യൂ അല്ല ഉള്ളത്, ടൈം വാല്യൂ ആണുള്ളത്. കാരണം 3 മാസം കഴിഞ്ഞാൽ നോർമലി സ്വാഭാവികമായിട്ടും കൂടും. ദ ടൈം വാല്യൂ റിഫ്ലെക്ട്സ് വാട്ട് ട്രേഡേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ ദ അൺസർട്ടനിറ്റി ഓഫ് ദ അണ്ടർലൈൻ അസറ്റ്. അണ്ടർലൈൻ അസറ്റിന് എന്താണോ ഒരു അൺസർട്ടനിറ്റി ഇവൻറ്റിൽ ഒരു ബയർ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, അതാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. സോ ദ ടൈം വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ ആൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ ഓപ്ഷൻ ഈസ് ഇൻ ദ മണി, അറ്റ് ദ മണി ഓർ ഔട്ട് ഓഫ് ദ മണി. ഓക്കെ, ഇതിൽ കണ്ടോ, ഇതിലൊരു ഗ്രാഫ് ശ്രദ്ധിച്ച് നോക്കുക. ടൈം വാല്യൂ ഓപ്ഷൻസിൻ്റെ ഒരു ഗ്രാഫാണ്. ടൈം വാല്യൂ ഈസ് ദ മാക്സിമം for at the money options due to the high uncertainty about the future movement of the price of an underlying asset. ശ്രദ്ധിച്ച് നോക്കുക, അറ്റ് ദ മണിയിൽ ഹൈ ആയിട്ടാണ് സ്ട്രൈക്ക് പ്രൈസ് പ്രൊവൈഡ് ചെയ്തുള്ളത്. ആസ് ദ ഓപ്ഷൻ ഗോസ് ടു ഡീപ്പർ ഇൻ ദ മണി ഓർ ഔട്ട് ഓഫ് ദ മണി കാണാം. ലെഫ്റ്റ് സൈഡിൽ ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണിയിൽ പോകുമ്പോൾ as a result of uncertainty with regard to the price of underlying asset, the time value of option diminishes. അതിൻ്റെ ടൈം വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്? പ്രൈസിങ് ഓഫ് ഓപ്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രൈസിങ് ഓഫ് ഓപ്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഓഫ് ഓപ്ഷൻ, പ്രൈസിൻ്റെ മീനിങ് എന്താണ്, അതുപോലെ ഇൻട്രിൻസിക് വാല്യൂ എന്താണ്, ടൈം വാല്യൂ എന്താണ്, ടൈം വാല്യൂവിൻ്റെ ഒരു ഗ്രാഫും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തൊരു വീഡിയോയിൽ ചെറിയ 2 എക്സാമ്പിൾ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.